ക്ലോസപ്പ് സൂപ്പർ ഡാൻസറിലെ റൊമാൻസ് ഇൻ ദ എയർ എന്ന ഈ റൗണ്ടിൽ വളരെ മനോഹരമായ പെർഫോമൻസുകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമുക്ക് വേണ്ടി പെർഫോം ചെയ്യുന്നത് അനീഷ് റഹ്മാനാണ്. നമുക്ക് അനീഷിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ഹായ് അനീഷ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ആരാണ് കൂടെ വന്നിരിക്കുന്നത്? എന്റെ കസിനാണ് ഷബ്നം. കസിനാണ്. ഓക്കെ. നിങ്ങളിന്ന് എന്ത് കഥയാണ് പറയാൻ പോകുന്നത്? അതായത് ഞാൻ ഒരു കുട്ടിയെ സ്നേഹിക്കുകയാണ്. പക്ഷെ ആ കുട്ടിയെ ഞാൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ. പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കുട്ടിയെ. എന്നിട്ട് ഞാൻ ആ കുട്ടിയുടെ ഒരു ഫോട്ടോ നോക്കി ഇങ്ങനെ പാടുന്ന സമയത്ത് കുട്ടി ഫോട്ടോ ഇങ്ങനെ ഇറങ്ങി വന്നിൻ്റെ കൂടെ ഡാൻസ് ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നും. അപ്പോൾ അവസാനം മനസ്സിലാവും അത് വെറും ഇമാജിനേഷൻ ആയിരുന്നു, അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ ഞാൻ ആകെ ഭ്രാന്തായിട്ട് അവസാനം ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയാണ്. ഞാൻ ആത്മഹത്യ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ കുട്ടി ഒരു ഏഞ്ചലായിട്ട് വന്ന് എന്നെ മടിയിലെടുത്ത് കിടത്തുകയാണ്. അതായത് ആ കുട്ടി അപ്പോഴേക്കും മരിച്ചിരുന്നു. കാരണം എന്ന് വെച്ചാൽ ആ കുട്ടിക്കും സെയിം ഫീലിംഗ് തന്നെയായിരുന്നു എൻ്റെ അടുത്ത്. അങ്ങനെ ആ കുട്ടി മരിച്ചു. ആ കുട്ടി കഥയാണല്ലോ. ഈ ബാക്കി കാര്യങ്ങൾ നമുക്ക് ജഡ്ജസിനോട് പറയാല്ലേ. കോൺസെപ്റ്റ് ആരാണ് റെഡി ചെയ്തത്? എന്താണ് കൊറിയോഗ്രാഫി? ഞാൻ തന്നെയാണ്. ഓക്കെ. അനീഷ് ദിൽസയുടെ തമിഴ് ട്രെയിനൊക്കെ ആയിരുന്നു ഉയിരെ എന്ന് പറഞ്ഞു. അതിൽ എന്നുയിരെ എന്ന് പറഞ്ഞു സോങ്. ഗുഡ് ലക്ക്. താങ്ക് യു മാം. കോൺസെപ്റ്റ് കേട്ടിട്ട് തന്നെ കാണാൻ കൊതിയാവുകയാണ്. അവിടെ പെട്ടെന്ന് കളിയാ. கண்கள் தாண்டி போகாதே என்னாருயிரே என்னோருயிரே. ஒரு காதலிலே மொத்தம் 7 நிலை. இது எந்த நிலை என்று தோன்றவில்லை. என் 6 அறிவில் 2 காணவில்லை. என்னாருயிரே என்னோருயிரே. வந்து சேர்ந்து விடு, என்னை சேர விடு, இல்லை சாக விடு. கைகள் நான்கும் சீண்டும் முன்னே கண்கள் நான்கும் சீண்டிடுமே. மோகம் கொஞ்சம் முளைவிடுமே. கண் பார்வை முதல் நிலையே. ஆறுயிரே என்னுயிரே உள்ளம் கொண்டது ஓர் மயக்கம். இன்னுயிரே காதலில் 2ஆம் நிலைதான் பால் மயக்கம். மீண்டும் நேசம் தொடங்கியதோ இது காதலில் 3ஆம் படிநிலையோ. என் உடல் வழி அமிர்தம் வழிகிறதோ. என் உயிர் மட்டும் புதுவித வழி கண்டதோ. உடல் மறிக்கின்ற காதல் மறுப்பதில்லை மறுப்பதில்லை.